ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്, ഇപ്പോൾ നമുക്ക് നോമ്പിൻ്റെ കാലമാണല്ലോ. അപ്പോൾ നമുക്ക് നോമ്പറക്കണ സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അതെന്താണെന്നറിയോ? ചിർക്കുറുമ. വളരെ നല്ലതാണ് അത് കഴിക്കണത്. വളരെ ടേസ്റ്റുമാണ്. നമുക്ക് നോൻപറക്കണ സമയത്ത് തന്നെ നമുക്ക് ഈ ഷിർക്കുറുമയുണ്ട് കഴിക്കാൻ. അപ്പം ഞാനതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഷിർക്കുറുമ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ 2 പാക്കറ്റ് പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഇരിക്കണത്. പിന്നെ അതിലേക്ക് നല്ലോണം ഒരു കൈപ്പിടി ഞാൻ സേമിയ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു നല്ലോണം 1 ടേബിൾ സ്പൂണ് റവ എടുത്തിട്ടുണ്ട്. ഒരു 5 ടേബിൾ സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ചിട്ട് ഇട്ടോളോട്ടാ. പിന്നെ ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ള പൊടിയാണിത്. പിന്നെ നമുക്ക് നെയ്യ് വേണം. പിന്നെ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്, കുറച്ച് പിസ്ത എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഷിർക്കുറുമ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ ആ പാല് ഞാനിതിൽ വെച്ചിട്ടുണ്ട്. പാല് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മളുണ്ടല്ലോ, അതിൽ പാലിൽ വെള്ളം കൂട്ടാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ തന്നെ കട്ടിയിലുള്ള പാല് വെക്കണം. എന്നാലാണ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഈ പാല് ഇനി തിളച്ച് വരട്ടെ. നമ്മളുടെ പാല് ഇവിടെ തിളച്ച് പൊന്തി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി ഈ സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സേമിയ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്നും അങ്ങോട്ട് വെന്ത് വരട്ടെ. നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം. നമ്മളുടെ സേമിയ ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ, ഞാൻ റവ പറഞ്ഞില്ലേ, ആ റവ നമുക്ക് കുറേശ്ശെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ ഇടനോട് കൂടി നമ്മളിങ്ങനെ ഇളക്കും വേണം, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട കുത്തും. കുറച്ച് റവ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമുക്ക് നന്നായി ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. ആ പാലും ഒക്കെ അങ്ങോട്ട് വെന്തപ്പോഴേ നല്ലൊരു സ്മെല്ല്. പാലിങ്ങോട്ട് തിളച്ച് വെന്ത് വന്നപ്പോഴേ ഇതെനിക്കുണ്ടല്ലോ, എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട്, അഷുറ എന്നാണ് അവളുടെ പേര്. അവള് പറഞ്ഞു തന്നതാണ് കേട്ടോ എനിക്ക് ഈ റെസിപ്പി. അവള് ബോംബെയിലായിരുന്നു. അവിടെയൊക്കെ അവരുണ്ടാക്കിയിട്ട് കഴിക്കാറുള്ളതാ പറഞ്ഞത്. നമ്മളുടെ റവ ഇട്ടതിൻ്റെ ശേഷം ആയി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ടു. പഞ്ചസാരേൻ്റെ ഒപ്പം തന്നെ നമുക്കുണ്ടല്ലോ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്നിട്ട് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഇവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കുണ്ടല്ലോ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുന്നേ ഇട്ട് നമുക്ക് ഈ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത്ര തന്നെ മതി. നന്നായി ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഉണ്ടായിക്കോട്ടെ. നെയ്യ് ഉണ്ടായാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ആ നെയ്യും ഈ നെയ്യും പഞ്ചസാര അല്ല എന്താ പറയാ, പാലും കൂടിയിട്ട് അങ്ങോട്ട് ആവുമ്പോഴുള്ള ഒരു നല്ലൊരു മണം. നല്ല നേരത്തെ തന്നെ ഗ്യാസ് ഓഫാക്കാൻ പോകുമ്പോഴേക്കും ഗ്യാസ് തനിയെ തന്നെ കിട്ടുന്നുണ്ട്. നേരത്ത് അത് ഞാൻ നല്ലവണ്ണം താഴ്ത്തി വെച്ചപ്പോഴേ. ഇനി ഞാനിതൊരു വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. നമുക്കിനി ഇതൊന്ന് ബദാമും പിസ്തയും വെച്ചിട്ട് ഒന്നാണ് ഡെക്കറേറ്റ് ചെയ്യാം.
ബദാം ഇട്ട് കൊടുത്തു. ചില സ്ഥലത്ത് ഒന്നായിട്ട് വീഴുക കഴിയുന്നത്. ഇനി നമുക്ക് അതിലേക്ക് പിസ്തയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറും അങ്ങനെ നമ്മുടെ ഷിർക്കുറുമ അവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ നോമ്പിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഒന്ന് ഷെയർ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് എന്നാലിനി അടുത്ത വീഡിയോയിൽ കാണാം.